ഇവിടെ എ ഷോപ്പ് കീപ്പർ മാർക്ക്ഡ് ഈച്ച് കുക്കീസ് ആൻഡ് ഈച്ച് ബോട്ടിൽ അറ്റ് 10 and 20 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ കുക്കീസ് ഉണ്ട്, ബോട്ടിലുണ്ട്. ഓക്കെ, ഇവിടെ 10 ആണ്, ഇവിടെ 20 ഓക്കെ. ദർ വാസ് ആൻ ഓഫർ ഓഫ് ബൈ 5 ഗെറ്റ് 3 ഫ്രീ. ഈ ബൈ 5 ഗെറ്റ് 3 ഫ്രീ എന്താ ഉദ്ദേശിക്കുന്നത്? കസ്റ്റമർക്ക് 8 പ്രോഡക്റ്റ് കിട്ടും, പക്ഷേ നമ്മുടെ ഷോപ്പ് കീപ്പറിന് 5 പ്രോഡക്റ്റിൻ്റെ ക്യാഷേ കിട്ടുള്ളൂ. ഇവിടെ 3 പ്രോഡക്റ്റ് ഫ്രീ കൊടുക്കുക അല്ലേ? ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ അടുത്ത് അനിൽ പെയ്ഡ് 300 ഫോർ കുക്കീസ്. അപ്പം കുക്കീസിന് 300. അപ്പോൾ കുക്കീസ് ഇവിടെ മാർക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് എത്രയാണ്? 10. അപ്പം 300 ഫോർ കുക്കീസിന് കൊടുക്കുമ്പം 300/10 വരില്ലേ? അപ്പോൾ ടോട്ടൽ 30 കുക്കീസ് അവിടെ പോയിട്ടുണ്ട്. പക്ഷേ 30 കുക്കീസ് അയാൾക്ക് കൊടുത്ത ക്യാഷിൻ്റെതാണ്. അപ്പോൾ 30 കുക്കീസും പിന്നെ നമുക്ക് ഈ ബൈ 5 ഗെറ്റ് 3 ഫ്രീൻ്റെ ഒരു ഓഫറല്ലേ? അപ്പോൾ ഓരോ 5 പ്രോഡക്റ്റ് കുക്കീസ് മേടിക്കുമ്പോഴും 3 ഫ്രീ കൊടുക്കുക. അപ്പം 5 പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ 3 ഫ്രീ. പക്ഷേ ഇവിടെ 5 വന്നത്, എത്രയാണ്? 30 വന്നു, ഇൻറ്റു 6 ആയി. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഇതും 6 ആവണ്ടേ? അങ്ങനെ 18 എക്സ്ട്രാ വരിക. അപ്പോൾ ടോട്ടൽ ഇവിടെ 48 കുക്കീസ് വിറ്റു. നമ്മൾ ചോദിക്കുന്നത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കുക്കീസ് ആൻഡ് ബോട്ടിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ കുക്കീസ് ഇവിടെ 48 ഓക്കെ. അത് കഴിഞ്ഞ് ഇവിടെ എന്താ, അനിൽ ഈ 400 ഫോർ ബോട്ടിലാണ്. അപ്പം ബോട്ടിലിൻ്റെ ഒരു ബോട്ടിലിൻ്റെ പ്രൈസ് 20. അപ്പം 400 വരുമ്പോഴേ എത്രയാണ്? 400/20. അപ്പോൾ 20 ബോട്ടിലായി. പക്ഷേ എന്തു ചെയ്യുക, 5 അല്ലേ? ഓരോ 5 ബോട്ടിൽ മേടിക്കുമ്പോഴും 3 ഫ്രീ കൊടുക്കുക. അപ്പോൾ ടോട്ടൽ എത്രയായി? 20 മേടിച്ചു. അപ്പം 5 20 ഇൻറ്റു 4 അല്ലേ? അപ്പോഴും 3 ഫ്രീ കിട്ടുന്നത് ഇൻറ്റു 4 ചെയ്യണ്ടേ? അപ്പോൾ 12 അല്ലേ? അപ്പോൾ ഇവിടെ പ്ലസ് 12 അപ്പം 32 ടോട്ടൽ ചോദിക്കുന്നത്. അപ്പോൾ 32 + 14 8 ആകുമ്പോൾ 18 അല്ലേ? ഈസി അല്ലേ?